എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കാനിട്ടാ. അപ്പോൾ വെക്കേഷനായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിരിക്കാനിട്ടാ. എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കാന്. വിഷുവിനൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിഷു കഴിഞ്ഞിട്ടാട്ടെ ഞാൻ വരുന്നത്. 20-ാം തീയതി ഞാൻ വീട്ടിലേക്ക് വരുന്നത്. ഞങ്ങളുടെ വീടിന്റെ ഉമ്മർത്തുണ്ടല്ലേ, രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നല്ല വെയിലാണ്. അപ്പൊ ഞാൻ ഇവർ രണ്ടുപേരെയും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഉമ്മർത്തി നിന്നിട്ടാട്ട വെയിൽ കൊള്ളാറ്. രാവിലത്തെ വെയിലും പിന്നെ പോക്ക് വെയിൽ പറയാം, നമ്മൾ വൈകുന്നേരത്തെ ഒരു വെയിൽ, അതും ഇവിടെ നിന്നിട്ടാട്ട കൊള്ളാം. അമ്മ 8 മണിയാകുമ്പോഴത്തേന് അമ്മ ജോലിക്ക് പോകട്ടാ. അമ്മ പിന്നെ വരാൻ 5:30 5:45 ആകുമ്പോട്ടാ അമ്മ വരിക. അമ്പുടും എല്ലാവരും നല്ല ഉറക്കാണ് ഇട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്തത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ളത്. വിഷുവിന്റെ അന്നത്തെ വീട് ഞാൻ എടുത്തിട്ടില്ല കേട്ടാ, കാരണം വിഷുവിന്റെ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മ, ഹർഷ, മക്കള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനീഷേട്ടനും വരാൻ പറ്റിയില്ല, പിന്നെ രണ്ട് പെങ്ങൾക്കോ മക്കൾക്കോ ഒന്നും വരാൻ പറ്റിയില്ല കേട്ടാ. അപ്പൊ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിഷുവിന്. അപ്പൊ എനിക്ക് ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല, ആരും ഇല്ലാത്ത കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നത്തെയും പോലെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. എല്ലാരും ഉണ്ടെങ്കിലല്ല അതിന്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാട്ടാ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. ഞാൻ ഈ മന്ദാരം എപ്പ കാണുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താ പറയുക, ഞാൻ 3-ലോ 4-ലോ പഠിക്കുന്ന സമയത്ത് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഹരിതകം പച്ചപ്പില്ലാത്ത ഒരു ചെടിയുടെ പേര് അങ്ങനെ എന്തോ ചോദിക്കും, ഓർമ്മയില്ലട്ടെ കൃത്യമായിട്ട്. അപ്പൊ ഞാനിതിൽ മന്ദാരം നാട്ട് എഴുതി വെച്ചത്. ഇതിന്റെ വെള്ള പൂവല്ലേ, പക്ഷെ ഇതിന്റെ ശരിയായ ഉത്തരം കൂണായിരുന്നു കേട്ടാ. അപ്പൊ എനിക്ക് എപ്പോ കാണുമ്പോഴും ഇത് ഓർമ്മ വരും. കാലിക്കുമ്പോ ഭയങ്കരമായിട്ട് ചിരി വരും കേട്ടാ ഒരു കാലിക്കുമ്പോ. അപ്പൊ ഇതാട്ട് എന്റെ വീട്, ഇത് തറവാടാണ്. ഇതില് 2 വലിയച്ഛന്മാരെ ഞങ്ങളെ കൂട്ടരെ നിന്നിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും പിന്നെ വേറെ വേറെ മാറി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ രാവിലെ അമ്മ ഇഡ്ഡലി, സാമ്പാർ, ചട്നി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. അങ്ങനെ ഞാൻ ചായ കുടിക്കുമ്പോ മറ്റേ 2 പേര് നീറ്റ് വന്നു. അങ്ങനെ അവര് പല്ലൊക്കെ തേപ്പിച്ചു. ആദ്യത്തെ ചായ കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഞാനും അക്കുടായിരുന്നു. അക്കുടുവിന് പിന്നെ എപ്പോഴും വാരി കൊടുക്കണം, അവന് ഭയങ്കര മടിയാണ് വാരി തിന്നാൻ വേണ്ടിയിട്ട്. എന്നോട് കുറെ പറഞ്ഞിട്ടോ വാരിത്താ അമ്മ വാരിത്താന്നുള്ളത്. പക്ഷെ ഞാൻ അവരോട് എപ്പോഴും ഞാൻ പറയും ഒറ്റയ്ക്ക് വാരി തിന്നണം, കാരണം സ്കൂളിലൊക്കെ അവൻ എപ്പോഴും ഒറ്റയ്ക്കല്ല വാരി കഴിക്കാറ്. പക്ഷെ ആൾക്ക് വീട്ടിൽ വന്നാൽ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ വാരി തരില്ല പറഞ്ഞപ്പോ ആദ്യം വാരി കൊടുക്കാൻ കേട്ടോ. അവന് ക്യാമറ ഉള്ളതുകൊണ്ടാ തോന്നുന്നു രണ്ടാക്കും നല്ല സ്നേഹപ്രകടനമായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഇരുന്ന് വാരി കൊടുക്കേണ്ടി വന്നു കേട്ടോ. അമ്പൂട് പിന്നെ എവിടെ പോയാലും വാരി തിന്നിട്ടോ ഒറ്റയ്ക്ക്, ഒന്നും വാരി കൊടുക്കേണ്ട ആവശ്യമില്ല. അവനുള്ള സാധനം അവൻ തന്നെ പോയി മേടിച്ച് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും. ഇവിടെ വന്നാലുള്ള മെയിൻ പണി എന്ന് പറയാൻ മക്കളെ നോക്കുക എന്നുള്ളതുള്ളൂ കേട്ടോ. കാരണം അമ്മ ജോലിക്ക് പോകുമ്പോൾ എല്ലാത്തും ചെയ്ത് വെച്ചിട്ട് പോവുക. അത്രയും നേരം വൈകിയാൽ മാത്രമേ എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോവുള്ളൂ കേട്ടോ. എന്നാലും ആൾക്ക് സമാധാനം ഉണ്ടാവില്ല, കാരണം മക്കളെയും വെച്ചിട്ട് ഞാനിത് എങ്ങനെ ചെയ്യും എന്നാട്ട് എപ്പോഴും ആലോചിച്ചു. വൈകുന്നേരത്തെ കുറച്ച് പണികൾ ഉണ്ടാവും കേട്ടോ, അടിച്ചോരല്, തുണി മടക്കിയൊക്കെ, അത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. രാവിലെ ഈ നേരത്തൊന്നും മുറ്റത്തേക്ക് അങ്ങനെ വെയിലുണ്ടാവില്ല കേട്ടോ. നേരെ മറിച്ച് ഉമ്മർത്തിക്ക് വെയിലുണ്ടാവും. പക്ഷെ മുറ്റത്ത് ഈ സൈഡ് കണ്ടില്ലേ, ഇടത് ഭാഗം, ആ ഭാഗത്തേക്കൊക്കെ നല്ല തണലായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ 2 പേരും പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇറക്കില്ല കേട്ടോ, കാരണം ഒന്നാമത് ചൂടും പിന്നെ ഈ പാമ്പിന്റെ ഒക്കെ ഓരോ വാർത്തയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പേടിയാണ്. അങ്ങനെ 2 പേർക്കും ചായ ഒക്കെ കൊടുത്ത് അവരെ കുളിപ്പിച്ചുട്ടാ. പിന്നെ എനിക്കുള്ളത് പിന്നെ തിരുമ്പി കുളിക്കാനായിരുന്നു. ഞാൻ വേഗം പോയി തിരുമ്പാൻ നോക്കിയിട്ടാ, കാരണം പിന്നെ അവിടെ വെയിലായാൽ പിന്നെ അവിടെ നിന്ന് തിരുമ്പാൻ തീരെ പറ്റില്ല. കണ്ടപ്പോ തന്നെ വെയിൽ വന്ന് തുടങ്ങിയിട്ടാ. ഭയങ്കര വെയിലായിരിക്കും ഞങ്ങൾ തിരുമണ കല്ലിന്റെ അവിടെ. അപ്പൊ എപ്പോഴും അമ്മ പോകുമ്പോ എപ്പോഴും പറയുന്ന ഒരു കാര്യം, വെയിലാകുമ്പോൾ വേഗം തിരുമ്പി കുളിക്കണം എന്നിട്ട് അമ്മ എപ്പോഴും പോകുമ്പോ പറയും. അങ്ങനെ തിരുമ്പലും ഉണക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുളിച്ചിട്ട് ഞാൻ ഇവർക്ക് 3 ആൾക്കും കൂടി കഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെങ്ങനെയാ വെച്ചാൽ ഒരാളെന്താ ചെയ്യുന്ന വെച്ചാൽ മറ്റവര് അതുപോലെ തന്നെ ചെയ്യുക. അവര് കട്ട കുത്തിയിട്ട് നടക്കുള്ളൂ. 3 ആള് എവിടെ ഇരിക്കുക അവിടെ ഒപ്പം ഇരിക്കുള്ളൂ കേട്ടോ. എന്നാലാണല്ലോ 3 ആൾക്കും തല്ലൂടാനൊക്കെ എളുപ്പം. അവര് കാണാതെ കുറച്ച് ചിപ്സ് ഒക്കെ എടുത്ത് ഞാൻ കഴിച്ചുട്ടാ. അപ്പൊ ഇത് കണ്ട പിന്നെ അവര് കഞ്ഞി കുടിക്കില്ല. അപ്പൊ പിന്നെ ഞാനത് ഒളിച്ചും ഭാഗത്തൊക്കെ ആയിട്ട് തിന്നിട്ടാ. പിന്നെ ഉച്ചയായപ്പോ ഞാനത് കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചു. സോയാബീൻ, അമരപ്പേരി, മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ ചീനമുളക് ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു കേട്ടോ. കറി ഉണ്ടായിരുന്നു, സാമ്പാറായിരുന്നു, അത് ഞാൻ എടുത്തില്ല. എനിക്ക് ഉപ്പേരി ഉണ്ടല്ലോ, എരിവുള്ള ഉപ്പേരി ചോറ് കൂട്ടി തിന്നേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പിന്നെ കാണാം. ബൈ.